വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമൊക്കെ ആയതുകൊണ്ട് ചേച്ചിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്കും മനുവാനൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല, അവർ വന്നിട്ടായിരിക്കും ഡ്രസ്സ് എടുക്കാമെന്ന്. സോ അവൾ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇന്ന് നമുക്ക് അവൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന്. അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. തൃശ്ശൂരൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും നല്ല ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ മനുവാൻ്റെ വീട്ടിലാണ്. സോ നമ്മൾ മനുവാൻ്റെ വീട്ടിൽ പോയിട്ട് ചേച്ചിനെ പിക്ക് ചെയ്തിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. എനിക്കറിയില്ല മനുവാൻ്റെ ഇന്ന് ഡ്രസ്സ് എടുക്കണ്ടോയെന്ന്. ചേച്ചിക്ക് എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ മനുവാട്ടം വന്നിട്ടായിരിക്കും മനുവാൻ്റെ ഡ്രസ്സ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗ്സ് എടുക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വരാറുണ്ട് കല്യാണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേഗം ഇടാനായിട്ട്. ഞാൻ മാക്സിമം വേഗം ഇടാൻ എല്ലാ വീഡിയോസും ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊക്കെ ലേറ്റ് ആവുന്നുണ്ട്. സംഭവം കല്യാണമല്ലേ, കുറച്ച് തിരക്കുണ്ടാവും എനിക്ക്, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. എന്നാലും ഞാൻ മാക്സിമം എല്ലാ വീഡിയോസും ഞാൻ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിൾ മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. മേക്കപ്പ് എന്ന് പറയാൻ ഒന്നും ചെയ്തിട്ടില്ല, ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ ആണ് ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ കണ്ടോ പിമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവർ പറയുന്നത് മാരേജ് ടൈം ചിലവർക്ക് ഇതുപോലെ പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് സ്ട്രെസ്സ്, അതുപോലെ തന്നെ ആൻസൈറ്റി, എക്സൈറ്റ്മെൻറ്റ്, പിന്നെ ഹോർമോണൽ ചേഞ്ചസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉള്ള കാരണമാണ് പിമ്പിൾസ് വരണേന്നാണ് ഗൂഗിൾ മുത്തശ്ശൻ പറയുന്നത്. എന്താ സത്യാവസ്ഥ ഒന്നും അറിയില്ല. കാരണം കല്യാണത്തിന് മുന്നേ വരെ എനിക്കങ്ങനെ പിമ്പിൾസ് വന്നിരുന്നില്ലല്ലോ. കല്യാണ ടൈം അപ്പോഴാണ് എനിക്കിങ്ങനെ പിമ്പിൾസ് പൊന്തി തുടങ്ങുന്നത്. ഇപ്പോൾ കണ്ടോ ഇതൊന്ന് മങ്ങിയപ്പോൾ ഇവിടെ ഒരെണ്ണം പൊന്തി. അങ്ങനെ ഓരോന്ന് പോകുമ്പോൾ ഓരോന്ന് വരുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നൊരു മെറൂൺ കളർ കുർത്തിയും പാൻറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. സോ ഫസ്റ്റ് നമുക്ക് പോയിട്ട് കീർത്തിനെ പിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നല്ലൊരു മെറൂൺ കളർ കുർത്ത സെറ്റാണ് ഇത്. ദുപ്പട്ട വരുന്നില്ല, പാൻറ്റും ടോപ്പും മാത്രമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി കളറാണ്, ഒരു ഗ്ലേസിങ് ഉണ്ട്. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഈ ഒരു നെക്കിൻ്റെ അവിടെയുള്ള ഈ ഒരു വർക്കാണ്. പക്ഷേ കുഴപ്പമില്ല, യെസ് അങ്ങനെ പറയാം. അപ്പോൾ ഹെയർ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ഹെയർ ആക്കി ഇടാനാണ് വിചാരിക്കുന്നത്. ഹെയർ ഞാൻ ലെയർ കട്ട് വെട്ടിയ കാരണം നല്ല രസത്തിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അധികം നീളം കുറച്ചിട്ടില്ല എൻ്റെ ഹെയറിൻ്റെ, ജസ്റ്റ് ക്രൗൺ ഏരിയസിലാണ് ഞാൻ ഹെയർ കൂടുതലും നീളം കുറച്ചേക്കുന്നത്. കണ്ടോ ഈ ഭാഗമൊക്കെ നീളം കുറച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ ഇന്ന് ഐലൈനർ അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു, കുറച്ച് ഞാൻ ഹൈലൈറ്റ് യൂസ് ചെയ്തു. കമ്മലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കമ്മൽ ഇട്ടിട്ട് കുറേ ആയി. എന്താണോ കമ്മലിടാൻ എനിക്ക് തോന്നുന്നില്ല. യെസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്, പോകാൻ നിൽക്കുകയാണ്. ചേച്ചി റെഡി ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. സോ ആ ഒരു ടൈം ആകുമ്പോൾ പോകാനുള്ള ഒരു ഇതാണ്. ഓക്കെ, പോവാല്ലേ. അങ്ങനെ നമ്മൾ മനുവാൻ്റെ വീട്ടിലെത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ കാറിൽ പോവുകയാണെങ്കിൽ മനുവാൻ്റെ വീട്ടിലേക്ക്. ശരിക്കും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എത്തി ഉടനെ തന്നെ ഞാൻ അവിടെ ഊഞ്ഞാലിൽ കുറച്ച് നേരം ആടിയിട്ടോ. പിന്നെ എന്നെ അവർ കുറച്ച് നിർബന്ധിച്ചപ്പോൾ ഞാൻ ചിക്കനും ദോശയൊക്കെ കഴിച്ചു അവിടെ നിന്ന്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. അങ്ങനെ കഴിച്ചിരിക്കലാണ് ഇപ്പോൾ. അതിനുശേഷമാണ് ഞാൻ എൻ്റെ പിമ്പിൾ ശരിക്കും സൂക്ഷിച്ച് നോക്കിയത്. അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ പസ്സൊക്കെ നിറഞ്ഞിട്ടുള്ള പിമ്പിളാണ് വന്നിട്ടുള്ളത്. പസ്സ് നിറഞ്ഞ പിമ്പിൾ എനിക്ക് പേടിയില്ല കേട്ടോ. കാരണം പസ്സ് നിറഞ്ഞ പിമ്പിൾ അതിൻ്റെ ഒരു പസ്സ് പോയി കഴിഞ്ഞാൽ അത് പൊട്ടി പോവാറുണ്ട്. പിന്നെ അതിൻ്റെ പാടാണ് കുറച്ച് ദിവസം ലാസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. കുഴപ്പമില്ല. പിന്നെ ഞാൻ എൻ്റെ നെയിൽസ് നോക്കി ഇങ്ങനെ സന്തോഷിക്കുകയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ബ്യൂട്ടി സിൽക്കിലേക്കാണ് വന്നിട്ടുള്ളത് ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ സ്ഥിരം ഷൂട്ടിനൊക്കെ വന്ന കാരണം എല്ലാവരും എനിക്ക് നല്ല പരിചയമാണ് കേട്ടോ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സാരി ഇതായിരുന്നു. ചേച്ചി തലേ ദിവസം തന്നെ നോക്കിപ്പോയി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇന്ന് പോയി നമ്മൾ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അത് കാരണം അത് തന്നെ അവർ ഫസ്റ്റ് കാണിച്ചു തന്നു. ഇതേ ഏകദേശം സെയിം സാരിയാണ് അമ്മ എടുത്തേക്കുന്നത് കേട്ടോ. ഏകദേശം സെയിം പാറ്റേൺ ആണ്. ചെറിയ ഒരു കളർ ചേഞ്ച് ഇത് തന്നെ തോന്നുന്നു. ഏകദേശം സിമിലറാണ് കളറും. യെസ്, അപ്പോൾ ഈ ഒരു സാരിയാണ് എടുത്തേക്കുന്നത്. ഇത് സാരിയായിട്ട് വെയർ ചെയ്യാനല്ല എന്നാണ് പറഞ്ഞത്. വേറെ എന്തോ ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടിടാനാണ് പറഞ്ഞത്. കൊള്ളാം.
കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിങ്ങനെ ലൈറ്റ് കളേഴ്സിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് താല്പര്യം വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം ലൈറ്റ് കളേഴ്സിനോടൊക്കെ. അപ്പോൾ അവരാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് സാരീസൊക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ കീർത്തിക്ക് ഇത് തന്നെ മതി എന്നുള്ളതായിരുന്നു. വേറെ ഷോപ്പിലേക്ക് പോകാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു, കല്യാണിലൊക്കെ പോയി നോക്കാമെന്ന്. പക്ഷേ അവൾക്ക് ഇത് തന്നെ വേണം. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോയില്ല കേട്ടോ, അത് തന്നെ എടുത്തു. പിന്നെ ഇത് സാരി ആയിട്ടല്ല, വേറെ എന്തോ മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാമെന്നൊക്കെയാണ് പറയണത്. അപ്പം അങ്ങനെ ആവട്ടെ. അപ്പം അമ്മയ്ക്കും എനിക്കും ഞാനൊക്കെ പറഞ്ഞു വേറെ ഷോപ്പിലും കൂടി പോയി നോക്കാമെന്ന്. പക്ഷേ അവൾക്ക് ഇത് തന്നെ മതി. അങ്ങനെ നമ്മളതൊക്കെ പർച്ചേസ് ചെയ്തു. വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോയത്. അച്ഛൻ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോ വിളിച്ച് പോവുകയാണ്. പിന്നെ കീർത്തി വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നാണ് നിൽക്കാനായിട്ട് വരുന്നത്. ഇത്രയും ദിവസം മനുവേൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ, 2-3 ഡേയ്സ് ആയിട്ട്. അപ്പോൾ അവൾ പെട്ടിയൊക്കെ പൊട്ടിച്ചു, സാധനങ്ങളൊക്കെ തന്നു. പ്രിങ്കിൾസ് ആയിരുന്നു ആദ്യം എടുത്ത് തന്നെ തോന്നുന്നു. പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ലാസ്റ്റാണ് എനിക്ക് തന്നത്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചോക്ലേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാനുള്ളത്. പിന്നെ കോഫി മേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പെർഫ്യൂംസ് ഉണ്ടായിരുന്നു, ബോഡി ലോഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ നട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ കുക്കു അതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട്. ഞാൻ പെട്ടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വേറെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ അങ്ങോട്ട് ആഡ് ചെയ്യാമെന്ന്. അപ്പം അമ്മയും ഞാനും മുത്തശ്ശനും അമ്മയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 2 നൈറ്റ് ഡ്രസ്സ് എനിക്ക് വേണമെന്ന് കേട്ടോ. മെയിനായിട്ട് ഒന്ന് ഇതുപോലത്തെ ഉടുപ്പ് പോലത്തെ നൈറ്റ് ഡ്രസ്സും പിന്നെ ഒരു പാൻറ്റും ഷർട്ട് പോലത്തെ നൈറ്റ് ഡ്രസ്സ് കേട്ടോ. എനിക്ക് അവിടുത്തെ നൈറ്റ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഡേ ടു ഡേത്തെ നൈറ്റ് ഡ്രസ്സ് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ ദുബായി പോയപ്പോൾ വാങ്ങിയ നൈറ്റ് ഡ്രസ്സ് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ശ്രുതി ചേച്ചിയുടെയും അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ്റെയും വക ഗിഫ്റ്റാണ് കേട്ടോ. കല്യാണത്തിന് നല്ലൊരു ബാഗായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ കേട്ടോ. കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ട്. അപ്പം ഞാൻ ജാക്കറ്റ് ഇട്ടത് വേറെ ഒന്നുമല്ല, സൺ പ്രൊട്ടക്ഷനാണ്. പിന്നെ ഈ ഒരു ജീൻസ് ഞാൻ ലാസ്റ്റ് ടൈം, അതായത് ഇപ്പോൾ കുറച്ച് മുന്നേ ഷോപ്പിങ്ങിന് പോയില്ലേ, അപ്പോൾ മേടിച്ച ജീൻസാണ് കേട്ടോ, ബ്യൂട്ടി സിൽക്കെന്ന്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് സുഡിയോയിലേക്കാണ്. എനിക്ക് തോന്നുന്നു കീർത്തി സുഡിയോ ഓപ്പണായിട്ട്, ചാവക്കാട് ഓപ്പണായിട്ട് ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നുണ്ട്, എൻ്റെ അറിവിൽ. എനിക്കറിയില്ല. ആൻഡ് നമ്മൾ സുഡിയോ പോയി. എനിക്കും കീർത്തിക്കും സെയിം പ്രിൻറ്റിലുള്ള ഷർട്ട് എടുത്തു. ഈ കയ്യിൽ പിടിച്ചേക്കുന്ന ഷർട്ടല്ല, അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന ഒരു ഗ്രീൻ ഷർട്ടായിരുന്നു കേട്ടോ, അതെടുത്തു. പിന്നെ കുറേ സാധനങ്ങൾ മേടിച്ചു. മനുവേട്ടനും വിച്ചുവിനും അച്ഛനൊക്കെ മേടിച്ചു, കുറേ ഡ്രസ്സ് മേടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഗുരുവായൂരുള്ള കഫേ അഡിറ്റിൽ പോയിട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം എനിക്ക് തോന്നുന്നു 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. അവൾ കൊടുക്കുന്ന ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് തോന്നുന്നു ബർഗറാണ്. ചേച്ചി ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബർഗർ ഷോപ്പിലിരുന്ന് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ബർഗർ ഷോപ്പിലിരുന്ന് കഴിക്കുക എന്നുള്ളത്. മര്യാദയ്ക്ക് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആവാറുണ്ട്. ഞാൻ സാധാരണ ഹോം ഡെലിവറി ചെയ്തിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ, വീട്ടിലിരുന്നിട്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഞാൻ ഓർഡർ ചെയ്യില്ല ഷോപ്പിലിരുന്നിട്ട് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ എൻ്റെ സ്ഥിരം മേടിക്കുന്ന പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ കുടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ മുത്തശ്ശൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ, അതായത് നമ്മുടെ തറവാട്ടിലേക്ക് പോയി. അവിടെ പിന്നെ എല്ലാ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ പാട്ട് പാടാൻ പറയുമായിരുന്നു. ഇവരൊക്കെ പാട്ട് പാടും, പക്ഷേ ഞാൻ പറയുമ്പോൾ പാട്ട് പാടാറില്ല കേട്ടോ. ഒരു സ്റ്റേജിൽ പാട്ട് പാടുന്ന ആൾക്കാരാണ് എല്ലാവരും. വീട്ടിൽ വന്ന് പാട്ട് പാടാൻ പറയുമ്പോൾ നാണാണ് എല്ലാവർക്കും. അങ്ങനെ അവരായിട്ട് കുറച്ചേരം സംസാരിച്ചിരുന്നു. അവർക്ക് കൊടുക്കാനുള്ള ചോക്ലേറ്റൊക്കെ കൊടുത്ത് നമ്മൾ പോകുന്നു കേട്ടോ. ഇനി നമ്മൾ പോണത് എൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിലേക്കാണ്, അതായത് ചെറിയമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. വേലൂർക്ക് കുറച്ചുണ്ട് കേട്ടോ.
ലോങ് ആണ്. അപ്പോൾ അവിടെ എത്തിയുണ്ട് ഞാൻ ഡോറോനെ കാണാനാണ് പോയത്. ഇവിടെ ഡോറ ഉണ്ട്. ഇതാണ് ഡോറ ഇവിടുത്തെ കേട്ടോ. പാവമാണ് കേട്ടോ ഡോറ. കാണുമ്പോഴുള്ളൊരിത് മാത്രമേ ഉള്ളൂ. പാവം കുട്ടിയാണ്. അങ്ങനെ ഡോറനെ കുറച്ച് നേരം ഞാൻ കളിപ്പിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ചെറിയച്ഛനുണ്ടായിരുന്നു, ചെറിയമ്മണ്ടായിരുന്നു. സ്നേഹനെ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ എടുത്തു കേട്ടോ. കാരണം ബ്രൈറ്റ് ടു ബിക്ക് വരാൻ പറഞ്ഞു. ബ്രൈറ്റ് ടു ബി പിറ്റേ ദിവസമാണ്. സോ അവളായിട്ട് കൂട്ടിയിട്ട് പോയി. അവളില്ലാന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഞാൻ അവളെ സോപ്പ് പിടിപ്പിച്ച് അവളെ കൊണ്ടുവന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ വൈറ്റ് ഡ്രസ്സ് ഇല്ല. സോ നമുക്ക് പോണ വഴിയിൽ വൈറ്റ് ഡ്രസ്സ് മേടിക്കണം അവൾക്ക്. സ്റ്റുഡിയോയിൽ നിന്ന് മേടിക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ കീർത്തിയാണ് വീഡിയോ എടുക്കുന്നത്. കീർത്തിക്ക് വലിയ വീഡിയോ എടുക്കാൻ പരിചയമില്ലാത്തതുകൊണ്ട് വീഡിയോ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അമ്മയാണെങ്കിൽ കുറച്ചധികം എനിക്ക് നല്ല വീഡിയോസ് എടുത്തു തന്നേനെ കേട്ടോ. യെസ്, അപ്പോൾ ഞങ്ങൾ നേരെ ചാവക്കാടുള്ള സ്റ്റുഡിയോയിലേക്കാണ് വന്നത്. അങ്ങനെ അവൾക്കുള്ള വൈറ്റ് ഫ്രോക്ക് എടുത്തു. പിന്നെ അവൾക്ക് വൈറ്റ് ഫ്രോക്ക് എടുത്തപ്പോൾ ചേച്ചിക്ക് വൈറ്റ് എന്തെങ്കിലും വേണമെന്നൊക്കെ പറയുകയാണ്. കാരണം ചേച്ചിക്ക് ഓൾറെഡി വൈറ്റ് ഡ്രസ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവൾക്ക് വൈറ്റ് ഫ്രോക്ക് വേണം, അല്ലെങ്കിൽ വൈറ്റ് കുർത്ത വേണമെന്ന് പറയുമായിരുന്നു. പിന്നെ നമ്മൾ വൈറ്റ് കുർത്ത നോക്കി. അങ്ങനെ നമ്മളൊരു വൈറ്റ് കുർത്ത അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഇന്നത്തെ മെയിൻ വീഡിയോ എനിക്ക് തോന്നുന്നു ഷോപ്പിംഗ് തന്നെയായിരിക്കും. കൂടുതൽ ഷോപ്പിംഗ് ആണ്. രാവിലെ വേറെ ഷോപ്പിൽ പോയി, പിന്നെ സ്റ്റുഡിയോയിൽ പോയി, പിന്നെ നൈറ്റ് വീണ്ടും സ്റ്റുഡിയോയിൽ പോയി. ഇനി നമുക്ക് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ടൈമില്ല. ഇപ്പോൾ തന്നെ 7:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബ്രൈറ്റ് ടു ബി നാളെയാണ്. വീഡിയോസ് വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഐ ലവ് യു ഓൾ.